എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മീൻ കറിയാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വരുമ്പോഴും അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ്. ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ മുളക് പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം മുളക് പൊടി ഇട്ട് ഇളക്കരുത് കേട്ടോ, അപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി കഴുകിയാണ് വെള്ളത്തിലിട്ടത്. ആ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് തിളയ്ക്കുന്ന വരെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം. ഇത് തിളച്ചതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് കേട്ടോ. കറി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച നെയ്മീൻ ഇട്ട് കൊടുക്കുകയാണേ. നെയ്മീൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നെയ്മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ, അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങോട്ട് മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ മാറ്റി ഇങ്ങനെ കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. എല്ലാ മീനും ഒന്ന് മുങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ മീനും ഞാനിങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിരത്തി കൊടുക്കുക. മീൻ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, മീനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടേ. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് വരുന്നുണ്ട്. കറി തിളയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ചെറുതായിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. ശക്തിയായിട്ട് ഇളക്കരുത്. അതല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ചട്ടി എടുത്ത് ഇങ്ങനെ കറക്കിയിട്ട് അതിനെ മിക്സ് ചെയ്യാം. അല്ലാതെ ശക്തിയായിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ എന്തായാലും പൊടിഞ്ഞു പോകും. നെയ്മീൻ കറി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ശക്തിയായിട്ട് ഇളക്കാതിരിക്കുക എന്നുള്ളത് മാത്രം. പിന്നെ കറി റെഡിയായി വരുന്നുണ്ട്. നോക്കിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അങ്ങനെ നമ്മുടെ മുളകിട്ട നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.